ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുര്യച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില്. കുര്യച്ചന്റെ മേടിയുടെ ഗുണം കൂടിക്കൂടി അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന വാശിയില്ല. ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത്തെ ക്രീമെ കൊന്നിട്ട് വേണ്ടാന്ന് വിട്ടു. എത്ര കിലോ ഉണ്ട്? 4.5 കിലോ ഉണ്ട്. 4 കൂട്ടിയാ മതി. എടുക്ക്. ഉണ്ണി എന്ന പേര് പോൾ സാറിന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാണ്. ചേട്ടായി ഒന്ന് വന്നേ. സേവിച്ചൻ പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. സേവിച്ചൻ MC പോൾ സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ. ഓ, ആ വഴക്കാളി ചെറുക്കൻ. അവനെന്നാടാ പോളിയോ ഉണ്ടോ? ഇല്ലല്ലോ. അടിച്ച് കിരിങ്ങിയിട്ടാണെങ്കിൽ അവൻ 2 കാലം നിൽക്കുന്നതും നടക്കുന്നതെല്ലാം കണ്ടതായിരുന്നല്ലോ. നീ അവനോട് ചെന്ന് പറ, ഡേവിഡ് സാറുടെ മീൻ മേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് പറയണമെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ. അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ? അല്ല, നിയമിക്കുന്ന സ്ഥലവാ. ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും. അതുകൊണ്ടാ. തോളെ കയ്യും വെച്ചു. നീ ഇച്ചിരൂടെ മൂക്കടവല്ലൂടാ ഉണ്ണുണ്ണി. ദേവിച്ചോ, ഇവൻ മതിയാവും. കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും, നീ ചെറ്റവെക്കാൻ ഇറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും, കമ്പം തേനി ഇറക്കിറങ്ങുമ്പോൾ കാണുന്ന പാവം തമിഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ. പക്ഷെ ഇത് കോട്ടയമാടാ. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും. നീ എവിടെ നിന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളും. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ല് മേടിച്ചു കൂട്ടാൻ. 4 കൊടുക്കുമ്പോ 3 കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മടത്തിന്ന് അമ്മാമ്മച്ചി 16 തവണ ഫോൺ വിളിക്കുന്നത്. ഓവർ ആക്കല്ലേ, 16 തവണ. എന്റെ ഇച്ചായ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചായ എന്നതോ ഒരു പ്രശ്നമുണ്ട്. ഇച്ചായന്റെ മൊബൈലിന്റെ അതിവിടെ ആഫീസിൽ കാണും. അമ്മാമ്മച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ. എങ്കി എന്നെ കൈ കിട്ടിയ തല്ലിക്കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. 2 തല്ല് കിട്ടിയാലും അതും മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞു വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ആ വണ്ടിയിൽ കീങ്ങിതാ. പിന്നെ അമ്മാമ്മച്ചി ക്ലബിലോട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുന്ന. എടാ ക്ലബ് അല്ല, ക്ലബ്, CLUB ക്ലബ്. ഓ, ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ് തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓ ഹലോ, രാജഗോപാൽ സാറല്ലേ? ക്ലിപ്പിൽ നിന്ന് കുര്യച്ചന. സത്യമാണോടാ?
കന്യാസ്ത്രീ മഠമാണ് സാർ. അതെ, പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയാം സാർ. ഉവ്വ. ഓക്കെ. ജോണി സർ, താൻ ആ DGPയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി. ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത്. പറഞ്ഞേക്കാം. കിട്ടിയോ? എൻഗേജ്ഡ് ആണ് സർ. ഓ, ഒന്ന് വേഗം വിളിക്കടോ. ഫോൺ അടിക്കുന്നു. അബൂബക്കറ, രാജഗോപാലന്റെ. ഹലോ, റിംഗ് ഉണ്ട് സർ. ഇങ്ങതാ സാർ. ഹലോ. ഇൻഫർമേഷൻ സോളിഡാ. ഡേവിഡിന്റെ കസിനാണ് അവിടുത്തെ മദർ സുപ്പീരിയർ. യെസ് സാർ, ഐ ആം ഓൺ മൈ വേ. പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല. യെസ് സാർ, താങ്ക് യു സാർ. പണിയാണ് ചെയ്ത. ഇനി സൂനൊന്ന് വിളിക്കും. ഓ, പരിധിക്ക് പുറത്ത്. ഇവൻ പോയാലും ചെയ്തേ മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം. അണ്ണാ സുഖു. എന്തൊക്കെയാ? എടാ, രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നേര്യമംഗലത്തൊന്ന് നിർത്തിക്കും. അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്ത് വിട്ടാൽ മതി. സ്ട്രൈറ്റ് റൂട്ട് മാറി മാറി അവനെ ഒന്ന് വട്ടം കിടക്കും. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. ഏറ്റു ചായ. DKയുടെ വണ്ടി. അബൂബക്കർ, അവനെ പിടിക്കണം. ഒന്ന് വേഗം വിടറോ. എടോ, ഒന്ന് വേഗം. സർ, അതിനെ പിടിക്കാൻ ഈ അംബാസഡറോ? താൻ സൈഡാക്കി ഒതുക്ക്. എടോ, ഒതുക്കാൻ. ഒന്ന് നിർത്തണോ വേണം. മണ കുണാന്ന് പറഞ്ഞു മാറിയിരിക്കേ. സർ, എന്നതാ സാറേ? വണ്ടിയിൽ ഡേവിഡ് ഇല്ല സർ. ഇല്ലേ? ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ. പറന്നു വരുന്നു. അവൻ ആ പെണ്ണിനെയും പൊക്കി പറക്കുന്നത് കണ്ടോളൂ.